ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്യൂൻസ് ഗാലറിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നൈറ്റ് തുണി വെട്ടിയിട്ട് ഒരു ടോപ്പാണ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ടോപ്പ് നമ്മൾ നൈറ്റ് തുണി വെച്ച് ടോപ്പ് അടിക്കുമ്പോൾ നമുക്ക് അടിയിൽ വിരിവ് കുറവായിരിക്കും കിട്ടാറ്. പക്ഷേ ഞാൻ ഈ കാണിക്കുന്ന മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ വെട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിയിൽ നല്ല വിരിവ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതെങ്ങനെ വെട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ നമുക്ക് നൈറ്റ് തുണിയിൽ മാത്രമല്ല ഏത് വീതി കുറഞ്ഞ തുണിയിലും നമുക്ക് ഇതുപോലെ വെട്ടുകയാണെങ്കിൽ നല്ല വിരിവ് അടിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ വെട്ടുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ തുണി 3 മീറ്റർ ആയിട്ടുള്ള നമ്മുടെ സാധാ നൈറ്റ് തുണിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ 4ആയിട്ടല്ല ഫോൾഡ് ചെയ്തേക്കുന്നത്, അതായത് 4ആയിട്ട് നേരെയല്ല ഫോൾഡ് ചെയ്തേക്കുന്നത്, ക്രോസ് ആയിട്ടാണ് ഫോൾഡ് ചെയ്തേക്കുന്നത്. ഏത് വീതി കുറഞ്ഞ തുണിയും നമ്മൾ ഇതുപോലെ ക്രോസ് ആയിട്ട് വെട്ടുകയാണെങ്കിൽ നമ്മൾ ടോപ്പ് അടിക്കുമ്പോൾ നമുക്ക് അടിയിൽ നല്ല വിരിവ് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ക്രോസ് ആയിട്ട് വെട്ടുമ്പോൾ ചില ആളുകൾക്ക് ഒരു സംശയം വരുന്നത് ചെസ്റ്റിൻ്റെ ഭാഗത്താണ്. അത് എങ്ങനെയാണെന്ന് നമ്മൾ പരിഹരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതിന് ലെങ്ത്ത് അടയാളപ്പെടുത്തണം. എനിക്ക് 48 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ ഞാൻ താഴെ നിന്ന് മുകളിലോട്ട് 48 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ അളവാണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ചെസ്റ്റിൻ്റെ അളവ് എനിക്ക് 1 സൈഡ് വേണ്ടത് 12 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ 12 ഇഞ്ച് കിട്ടുമെന്ന് നോക്കി 12 ഇഞ്ച് കിട്ടും. മുകളിലും അതേ 12 ഇഞ്ച് കിട്ടുന്നത് എവിടെയാണോ അവിടെ വെച്ച് നമ്മൾ നേരെ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ മുകളിൽ വരച്ച ലൈനിൽ നിന്നാണ് നമ്മൾ നമ്മുടെ നെക്കിൻ്റെ വിട്ടും ലെങ്ത്തും അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ആം ഹോളും ഷോൾഡറും എല്ലാം നമ്മൾ മുകളിൽ വരച്ച വരയിൽ നിന്നാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇനിയിപ്പോൾ മുകളിലെ വര 12 ഇഞ്ചില്ല 10 ഇഞ്ചാണോ കിട്ടുന്നുള്ളൂ എങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ താഴെ ചെസ്റ്റ് 12 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മുകളിൽ 10 ഇഞ്ച് കിട്ടിയിട്ടുള്ളൂ. ഇനി അപ്പോൾ അതനുസരിച്ച് ഇനി ചേഞ്ച് വരുത്തണമെന്നുള്ള സംശയമൊന്നും വേണ്ട കേട്ടോ. ചെസ്റ്റിൻ്റെ അവിടെ 12 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി. പിന്നെ ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കുമ്പോൾ എല്ലാ സ്ഥലത്തും 2.5 ഇഞ്ച് തന്നെയാണോ അകലം വന്നിരിക്കുന്നതെന്ന് നോക്കണം. കാരണം ക്രോസ് പീസ് ആയതുകൊണ്ട് മുകളിൽ മാത്രം അടയാളപ്പെടുത്തി താഴോട്ട് വരയ്ക്കുമ്പോൾ താഴെ 3 ഇഞ്ച് വരും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വെട്ടുമ്പോൾ നമ്മുടെ കഴുത്ത് ഒരു വികൃതമായി പോകും. അപ്പോൾ നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. താഴെയും മുകളിലും നടുഭാഗത്തും എല്ലാം 2.5 ഇഞ്ച് തന്നെയാണോ അളവ് വന്നിരിക്കുന്നതെന്ന് നോക്കിയിട്ട് വേണം ബോക്സ് വരച്ച് കൊടുക്കാൻ. അതിനുശേഷം വേണം ബോക്സിനകത്ത് നമുക്ക് കഴുത്തൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കാൻ. അപ്പോൾ ഇനി നമ്മൾ എല്ലാം അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തി, പിന്നെ ഷോൾഡർ 4.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴത്തേക്ക് ആം ഹോൾ വരച്ചു. ഇനി നമുക്ക് കൈക്കുഴി വരച്ചു. ഇനി നമുക്ക് ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുക്കാം. ഷേപ്പ് 13 ഇഞ്ചിൽ ഷേപ്പ് വരച്ചു കൊടുക്കാം. നമ്മൾ 13 ഇഞ്ചിൽ ഷേപ്പ് വരച്ചു. അകത്തോട്ട് 1 ഇഞ്ച് തള്ളിയിട്ട് ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുത്തു. ഇനി നമുക്ക് അതൊന്ന് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. സാധാരണ നമ്മൾ ബാക്കി എല്ലാ തുണിയിലും ചെയ്യും പോലെ തന്നെ ചെയ്തത്. ക്രോസ് പീസ് വരക്കുമ്പോൾ താഴെ ഇതുപോലെയാണ് വരുന്നത്. ഇതുപോലെ ഒന്ന് നേരെ വരച്ചു കൊടുക്കുക. ഇങ്ങനെ വരച്ചിടുകയാണെങ്കിൽ നമുക്ക് അവിടെ എത്ര പീസാണ് യോജിപ്പിക്കേണ്ടത് എന്ന് നമുക്ക് ഈ മുകളിൽ തുണി മാറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. താഴെ നമുക്ക് വെട്ടുമ്പോൾ ഇതുപോലെ തന്നെ ക്രോസ് പീസ് 2 പീസ് താഴെ നമുക്ക് കിട്ടും. ആ 2 പീസ് നമുക്ക് ഇവിടെ മുകളിൽ ക്രോസ് പീസായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ക്രോസ് പീസ് വെച്ച് തയ്ച്ചതിന് ശേഷം വേണം നമ്മൾ അടി ഷേപ്പ് ചെയ്ത് വെട്ടാൻ. ആദ്യം തന്നെ നമ്മൾ അടി ഷേപ്പ് ചെയ്ത് വെട്ടിക്കഴിഞ്ഞാൽ പീസ് വെക്കുമ്പോൾ ചിലപ്പോൾ വീണ്ടും ഇറക്കം കുറഞ്ഞു പോകും. കാരണം നമ്മൾ വീണ്ടും ഷേപ്പ് ചെയ്ത് വെട്ടേണ്ട വരും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ തയ്ക്കുന്നതിന് മുമ്പ് ഷേപ്പ് ചെയ്ത് വെട്ടരുത്. പീസ് വെച്ച് തയ്ച്ചതിന് ശേഷം മാത്രമേ വെട്ടിക്കൊടുക്കാവുള്ളൂ. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് സാധാരണ പോലെ തന്നെ എല്ലാം ഒന്ന് വെട്ടിയെടുക്കാം. നമ്മുടെ പീസെല്ലാം വെട്ടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. യോജിപ്പിക്കാനുള്ള പീസ് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കൈയാണ്. അപ്പോൾ കൈ നമുക്ക് വെട്ടിയെടുക്കാം. കയ്യിൽ ഇതുപോലെ ഞാൻ മടക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ പീസൊന്നും വേസ്റ്റ് ചെയ്യരുത്. എത്രയോ കുറഞ്ഞ ഭാഗത്ത് നമുക്ക് കൈ കിട്ടുമോ അവിടെ നിന്ന് തന്നെ നമ്മൾ കൈ വെട്ടാൻ ശ്രമിക്കുക. ചുമ്മാ ഉള്ള തുണിയെല്ലാം 4ആയിട്ട് മടക്കിയിട്ട് വെട്ടി നമ്മുടെ തുണി വേസ്റ്റാക്കി കളയരുത്. അപ്പോൾ കൈയുടെ വിട്ടെന്ന് പറഞ്ഞത് 7 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ആ 7 ഇഞ്ച് എവിടെയാണ് കിട്ടുന്നത് അത് അടയാളപ്പെടുത്തുക. താഴെ 10 ഇഞ്ച് കിട്ടും. 10ൽ നിന്ന് മുകളിലേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ 3 ഇഞ്ചിലേക്ക് താഴത്തേക്ക് നിന്നും ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുത്തു. അതിനുശേഷം മുകളിലെ 7 ഇഞ്ചിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് കൈ ഒന്ന് വെട്ടിയെടുക്കാം. നമ്മൾ കൈ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൈക്കൊന്ന് ഷേപ്പ് ചെയ്തൊന്ന് വരച്ചു കൊടുക്കാം. നമ്മൾ നേരെയാണ് വെട്ടിയത്.
ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുത്തു. പിന്നെ കയ്യിൽ ഒരു അടയാളവും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, സെൻറ്റർ നോക്കി. അപ്പോൾ നമ്മൾ കൈയും വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇരിക്കുന്ന ബാക്കി പീസിൽ നിന്ന് നമുക്ക് സിബിനുള്ള പീസ് വെട്ടിയെടുക്കാം. സിബ് കുർത്തിയാണ് ഞാൻ തയ്ക്കുന്നത്, സിബ് ടോപ്പായിട്ട് തയ്ക്കണം. അപ്പം ആ സിബിനുള്ള പീസ് ഒന്ന് വെട്ടിയെടുക്കുക. 1.5 ഇഞ്ച് വീതിയിൽ 9 ഇഞ്ച് നീളത്തിലും ഞാൻ ഈ പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ആവശ്യമില്ലെങ്കിൽ നമുക്ക് പീസ് വെട്ടിക്കളയാലോ. ഇനിയുള്ള ഈ പീസിൽ നിന്ന് വേണം നമുക്ക് നെക്ക് വെട്ടിയെടുക്കാൻ. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും വെട്ടാനുള്ള പീസാണ് ഇത്. എങ്കിലും നമുക്ക് ബാലൻസ് വീണ്ടും പീസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്കിതാ സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ താഴെ നമ്മൾ വെട്ടിയപ്പോൾ കുറച്ച് പീസ് യോജിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ആ പീസാണ് നമ്മൾ ആദ്യം യോജിപ്പിച്ച് കൊടുക്കുന്നത് കേട്ടോ. അത് 2 പീസ് ഉണ്ട്. ആ 2 പീസും നമുക്ക് ഇതാ ഈ ഭാഗത്തായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. യോജിപ്പിക്കുമ്പോൾ പീസ് മാറിപ്പോരുത്. അടിയിലെ വീതിയുള്ള ഭാഗം വേണം താഴത്തോട്ട് വരാൻ, സ്ട്രൈറ്റ് ആയിരിക്കുന്ന ഭാഗം വേണം മുകളിലോട്ട് വെക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തയ്ക്കാൻ പറ്റും. അത് മറന്നു പോകരുത്, മാറിപ്പോകരുത്. സംശയമുള്ളവർക്ക് വേണമെങ്കിൽ 1 നമ്പർ ഇട്ട് ആ പീസിനകത്ത് വെച്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. മറ്റേ പീസിൽ 2 2 അടയാളപ്പെടുത്താം. അപ്പോൾ നമുക്ക് മാറിപ്പോകാതെ ഇരിക്കും. അത് നമ്മൾ എപ്പോഴും ഇതുപോലെ എക്സ്ട്രാ പീസുകൾ വെച്ച് യോജിപ്പിക്കുന്ന സമയത്ത് അങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ പീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ ഇരിക്കും. നമ്മൾ പ്രത്യേകിച്ച് ചുരി പോട്ടോ ഒക്കെ തയ്ക്കുമ്പോൾ ഇത് 4 പീസൊക്കെ വരും. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇതുപോലെ അടയാളമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മാറിപ്പോകാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതാ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തൊന്ന് തയ്ച്ചു കൊടുക്കാം. നമ്മൾ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ നമ്മളൊന്ന് പതിച്ചു മടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2 ഭാഗവും തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിയൊന്ന് ലെവൽ ചെയ്ത് വെട്ടാം. ഇപ്പോൾ കണ്ട അടി നേരെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ലെവൽ ചെയ്ത് വെട്ടാം. വെട്ടുമ്പോൾ താഴേന്ന് മുകളിലേക്ക് ഒരു 1.5 ഇഞ്ച് കയറ്റി വേണം കേട്ടോ റൗണ്ട് ചെയ്ത് വെട്ടാനായിട്ട്. ഇതുപോലെ അപ്പോൾ തടം ഉണ്ടാകും. ടോപ്പിന് കയറ്റിറക്കം വരാതിരിക്കും, തൂങ്ങിപ്പോകാതിരിക്കും 2 സൈഡും. അതിന് വേണ്ടിയാണ് നമ്മൾ 1.5 ഇഞ്ച് മുകളിലോട്ട് കയറ്റിയിട്ട് വെട്ടുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് വേർതിരിച്ചെടുക്കാം. അതിനകത്തേക്ക് കഴുത്ത് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ കഴുത്ത് തയ്ക്കാൻ നമ്മൾക്ക് കഴുത്ത് നമ്മൾ വെട്ടിയെടുത്തിട്ടില്ല. ഇനി നമുക്ക് ഇത് കഴുത്ത് ഇതുപോലെ ഒന്ന് ഒപ്പം വെച്ചോണം. ക്രോസ് പീസ് ആയതുകൊണ്ട് ഒപ്പം വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന പീസിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കഴുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. എടുത്ത് വെച്ച് അടയാളപ്പെടുത്തി ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എപ്പോഴും നമ്മൾ ചുരുങ്ങിയ തുണിയിൽ തയ്ക്കാൻ ശ്രദ്ധിക്കണം. ഒരിക്കലും നമ്മൾ തുണി വേസ്റ്റാക്കി കളയരുത്. ബാലൻസ് വരുന്ന തുണി നമുക്ക് വേറെ എന്തെങ്കിലുത്തിനൊക്കെ ചെറിയ പടിയോ പൈപ്പിങ്ങോ ഒക്കെ വെച്ച് കൊടുക്കാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എപ്പോഴും ചെറിയ പീസിൽ നിന്നൊക്കെ നമ്മൾ കഴുത്തും മറ്റുള്ളതൊക്കെ വെട്ടിയെടുക്കാൻ ശ്രമിക്കുക. ആവശ്യമില്ലാത്ത തുണി ചുമ്മാ വെട്ടി നുറുക്കി കളയരുത്. നമുക്ക് ബാലൻസിന് തുണി ബാക്കി പല ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ നെക്ക് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. നെക്ക് നമ്മൾ സാധാ തയ്ക്കും പോലെ തന്നെയാണ് തയ്ച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ സിബ് വേണം. അപ്പോൾ നമുക്ക് ആദ്യം സിബിനുള്ളതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. സിബ് അടയാളപ്പെടുത്തി കൊടുത്ത് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം 2ആയിട്ട്. ഇത് സിബിന് നമുക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ വെച്ച് തയ്ച്ചു കൊടുക്കാനുള്ള പീസാണ് കേട്ടോ. പിന്നെ ഇൻവിസിബിൾ സിബ് വയ്ക്കുന്നതുകൊണ്ട് തന്നെ മുകളിൽ വയ്ക്കാനുള്ള പടി ഞാൻ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. അപ്പം ഇനി നമുക്ക് നെക്കൊന്ന് തയ്ച്ചെടുക്കാം. സാധാരണ നെറ്റിയുടെ നെക്ക് തയ്ക്കുമ്പോൾ തന്നെ ഫ്രണ്ടിലോട്ടാണ് ഞാൻ മറിച്ചടിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് ടോപ്പ് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ മോഡൽ നെക്കൊക്കെ തയ്ക്കാം കേട്ടോ. അപ്പോൾ മോഡൽ നെക്കൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ അതനുസരിച്ച് എക്സ്ട്രാ 15-20 രൂപ വീതം കൂട്ടിയൊക്കെ നമ്മൾ മേടിക്കണം. കാരണം മോഡൽ നെക്കിനൊക്കെ അതനുസരിച്ച് പൈസയ്ക്ക് വ്യത്യാസങ്ങളുണ്ട്. ഓരോ നെക്കിനും ഓരോ ചാർജുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നെക്ക് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളിവിടെ സിബിൻ്റെ അവിടെ വയ്ക്കാൻ വേണ്ടി ഒരു പീസ് വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പീസ് നമുക്ക് ഈ നെക്കിൽ ഇങ്ങനെ വെച്ച് തയ്ച്ചു കൊടുക്കാം. അപ്പം ഇതിൻ്റെ ഒരു വശം തേരാണ്, ഒരു വശം ഞാൻ കട്ട് ചെയ്ത ഭാഗമാണ്. അപ്പോൾ ആ വശം നമുക്ക് ഇതുപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് 2ആയിട്ട് മടക്കിയിട്ട് ഇതൊന്ന് നടുവേ കീറി കൊടുക്കാം കേട്ടോ. സിബ് വയ്ക്കാൻ എത്രയാണ് ആവശ്യമെന്ന് വെച്ചാൽ അത്രയും ഭാഗം മാത്രം നമ്മളൊന്ന് കീറി കൊടുത്താൽ മതി. അപ്പോൾ അതൊന്ന് നമ്മൾ വെട്ടിയെടുത്തു. ഇനി നമുക്കിതൊന്ന് വെച്ച് തയ്ച്ചു കൊടുക്കാം. തയ്ക്കുമ്പോൾ താഴെ എത്തുമ്പോൾ കുത്തി നിർത്തിയിട്ട് വേണം ഇപ്പുറത്തെ സൈഡിലേക്ക് തയ്ക്കാനായിട്ട്. നേരെ തന്നെ തയ്ച്ചു പോകരുത്. കുത്തി നിർത്തിയ ഭാഗം വെട്ടി കൊടുത്തതിന് ശേഷം മറിച്ചിട്ട് അടിച്ചെടുക്കണം. അതൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോ കാണിച്ചിട്ടുള്ളതാണ് കൊണ്ടാണ് ഇതിനകത്ത് കാണിക്കാത്ത. ആവർത്തന വിരസത വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കാണിച്ചു തരാത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ മൊത്തം തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സിബ് വെച്ച് കൊടുക്കാം.
അപ്പോൾ സിബ് വയ്ക്കാൻ നേരത്ത് ഞാൻ ഫുഡർ മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻവിസിബിൾ സിബാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതാ സിബ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ ഇതുപോലെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നീണ്ടു നിൽക്കും. അത് നമ്മൾ സിബ് ക്ലോസ് ചെയ്തതിന് ശേഷം ഈ നീണ്ടിരിക്കുന്ന ഭാഗം ഇവിടെ ഒരു ഹോൾ ഉണ്ടാകും. ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇതാ ഇതുപോലെ ഒന്ന് വിരലിട്ട് അപ്പുറത്തേക്കൊന്ന് തള്ളി കൊടുത്താൽ മതിയിട്ട്. അപ്പോൾ ആ പീസ പുറകോട്ടേക്ക് പൊയ്ക്കോളും. അപ്പോൾ നമ്മൾ സിബ് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. വേണമെന്നുള്ളവർക്ക് അവിടെ പടി വെച്ച് കൊടുക്കാം, പടി വെച്ചില്ല എന്നോർത്തും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കൊരു ക്രോസ് പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ബാക്കിൽ നെക്കിൽ വെച്ച് കൊടുക്കാനാണ്. അപ്പോൾ നമുക്ക് ബാക്ക് നെക്കൊന്ന് തയ്ച്ചെടുക്കാം. സാധാരണ പോലെ ക്രോസ് പീസ് വെട്ടിയെടുത്തു, രണ്ടായിട്ട് മടക്കി അതിനുശേഷം ഇതുപോലെ ഒന്ന് വെച്ച് തയ്ച്ചു കൊടുത്തു. ഇത് ഇപ്പോൾ ക്രോസ് പീസ് വേണമെന്നില്ല, നമുക്കല്ലാതെ തുണി വെച്ച് നമ്മളിപ്പോൾ ഫ്രണ്ട് നെക്ക് അടിച്ച പോലെ തന്നെ നമുക്ക് ബാക്ക് നെക്ക് അടിക്കാം കേട്ടോ. പിന്നെ ഇത് ചുരിദാറിൻ്റെ ആയതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിൽ ക്രോസ് പീസ് വെച്ചത് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്റ്റിക്കാണെങ്കിൽ നമുക്കിങ്ങനെ പതിച്ചടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് കൂട്ടാം. രണ്ട് ഷോൾഡറും ഇതുപോലെ ഒന്ന് വെച്ചു. അതിനുശേഷം ബാക്ക് നെക്കിൻ്റെ നമ്മൾ വെച്ച് കൊടുത്ത പീസ് ഈ ഷോൾഡറിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് ഇൻവിസിബിൾ ആയിട്ടുള്ള ഷോൾഡർ കിട്ടുന്നത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ഡബിൾ സ്റ്റിച്ച് ചെയ്യാനും കെട്ടിട്ട് കൊടുക്കാനും മറക്കരുത്. ഇനി തയ്ച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കണം, എന്നാലാണ് ഷോൾഡർ നന്നായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. ഇനി അതിന് ശേഷം ഇതൊന്ന് മുകളിൽ കൂടെ ഇതുപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളത് സ്ലീവ് പിടിപ്പിക്കാനും സൈഡ് അടിക്കാനൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ എന്ന് ഓർത്താണ് ഞാൻ വീണ്ടും അതിനകത്ത് കാണിക്കാതെ. ഇനിയിപ്പോൾ നമ്മളിത് ആ ഷേപ്പ് ചെയ്തൊന്ന് വരച്ചു കൊടുത്തു. അതിനുശേഷം വീണ്ടും അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു, ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അടി നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ ഉള്ളത്. പിന്നെ നമ്മളിതാ ബാക്കിയുള്ള നീണ്ടിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് വെട്ടി കളഞ്ഞിട്ടുണ്ട്. തയ്യൽ തുമ്പ് ഒരു 1.5 ഇഞ്ചെങ്കിലും വിട്ടതിന് ശേഷം വേണം നമ്മൾ ബാലൻസ് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് വെട്ടിക്കളയാൻ കേട്ടോ. ചുമ്മാ കയറ്റി വെട്ടിക്കളയരുത്, കാരണം നാളെ വണ്ണം വയ്ക്കുക എന്തെങ്കിലും ചെയ്തതിനിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അഴിച്ചിടണം നോക്കിയാൽ നടക്കില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.